നമ്മുടെ ലാലേട്ടന്റെ വണ്ടി എടുക്കണേ ഉണ്ടാവും. ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ചിക്കൻ. ഹലോ, എല്ലാരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കല്ലേ? കുറെ നാളല്ലേ അങ്ങനെ ചോദിച്ചിട്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു ഷോർട്ട് വെക്കേഷനായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. ഇതാരാ നോക്കി, ഇച്ചുക്കുട്ട. എങ്ങനെ ഇച്ചുക്കുട്ട നാട്ടിലെത്തിയിട്ട്? ചൂടുണ്ട്, പിന്നെ സാൻഡ് ഉണ്ട്. അപ്പൊ എനിക്ക് ഹാപ്പി ആയിട്ട് പ്ലേ ചെയ്യാം. ഇച്ചുക്കുട്ടിന്റെ ഏറ്റവും ഫേവറേറ്റ് ഹോബി, നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇച്ചുക്കുട്ടിന്റെ ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത് മണ്ണ് വരെ കളിയാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ഇഷ്ടം, എവിടെ മിറ്റുണ്ട്, മിറ്റത്ത് കളിക്കാം, ബീച്ചസ് അടുത്തുണ്ട്, അവിടെ പോവാം. ഇത് തന്നെ നമ്മുടെ ഇച്ചുക്കുട്ടിന്റെ പണി അല്ലേ? അപ്പൊ ഞാന് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുമ്മാ നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ, ഷോപ്പിങ്ങിൽ പോകുന്നത്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയ വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ? ഇച്ചുകൊണ്ടൊന്നും പറയണ്ട. ഫോൺ കയ്യിൽ നിന്നിട്ട് ഇളകറിൻ്റെ വീഡിയോക്ക് ഷേക്കിങ് ഉണ്ടാവും മിക്കറും. വീഡിയോ എടുത്ത് തന്നെ ഏട്ടനെ കാണാനില്ല, ഏട്ടനെ അപ്പുറത്തോടെയാണ് കാണാൻ. എന്താ നത്തിങ്. ചൂട് കാരണം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മള് ഇങ്ങനെ മുഖം കഴുകിയും ഇതായിട്ടിരിക്കുക. നമ്മള് കറക്റ്റ് നമുക്ക് അവിടെ ബാംഗ്ലൂരത്തെ ആ ക്ലൈമറ്റിന്ന് ഇവിടെ വരുമ്പോഴത്തെ ചൂട് ഒരു രക്ഷയില്ല. കഴിച്ച് പുകയാണ്, മറ്റേ മുളക് മേത്ത് തേച്ച അവസ്ഥയെന്ന് പറയില്ല, എന്താ പോലെയാണ്. ഈ ചുട്ടിനെ ഒരു ദിവസം ഇപ്പൊ എത്ര വട്ടാ കുളിക്കണത്? ഇളക്കലടാ, വീഡിയോ മൊത്തം ഇങ്ങനെ ഷേക്കാവും, ആൾക്കാർക്ക് കാണുമ്പോ തലക്കിതാവും. 3 times ആണ് ചൂട്ട കുളിക്കുന്നത്. മറ്റേത് ചൂടുവെള്ളം ഇല്ലാണ്ട് കുളിക്കാത്ത ആളാണ്. ഇപ്പൊ മറ്റേ ബക്കറ്റിൽ വെള്ളം ഇട്ടിട്ട് ബക്കറ്റിൽ നിന്ന് കളിയാണ് ഇപ്പൊ. അതന്നെ എത്ര വട്ടം കുളിക്കണ ചൂട്ടാ. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയാട്ടോ. പലതും പല ദിവസം പല സ്ഥലത്തെ വീഡിയോസ് ആണ്, പക്ഷെ രസകരമായിരിക്കും വിചാരിക്കുന്നു. ഇപ്പൊ കണ്ടിട്ട് പോയാട്ടോ. ടോമിയൻ സൂപ്പ് എന്റെ ചൂടുണ്ടാ എന്താണ് ടേസ്റ്റ് ചെയ്യുന്നതാ. ഇഷ്ടായില്ല, പൊളിയുണ്ടായി, പൊളിയുണ്ട്. ഞാൻ കഴിച്ചു നോക്കി. ടോമിയോ സൂപ്പാണ്, പക്ഷെ ടോമിയോ നോർമലി കോക്കനട്ട് മിൽക്ക് ഇടണ്ട, പക്ഷെ ഇതിൽ കോക്കനട്ട് മിൽക്ക് ഇട്ടിട്ടില്ല. എവിടെയാണ് നമ്മൾ കഴിക്കണ? തൃശ്ശൂർ അല്ലേ? തൃശ്ശൂരില് റൗണ്ട് ഹോട്ടലില്, തൃശ്ശൂർ റൗണ്ടില് റൗണ്ട് ഹോട്ടൽ. ടോമിയോ സൂപ്പിന്റെ പുളി കാരണം നമ്മള് സൂപ്പ് മാറ്റിച്ചൂട്ടാ, കുടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പുളി. ഇതിപ്പോ സ്വീറ്റ് കോണേ. ഇതെങ്ങനെയാണെന്ന് കുടിച്ചു നോക്കി. മറ്റേ എനിക്ക് കുടിച്ചപ്പോ കറക്റ്റ് ഫീൽ നമ്മളെ കോട്ടയം ഫിഷ് കറി കഴിക്കുന്ന കോട്ടയം ഫിഷ് കറിയുടെ ടേസ്റ്റ് ആയിരുന്നു ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, എന്തൊക്കെയാണെന്ന് പറഞ്ഞോളൂ, കഴിച്ചോളൂ. മട്ടൻ ബിരിയാണി, ഉച്ചക്കൂടിന് ഫ്രൈഡ് റൈസ് മതി. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങടെ വന്നു. അതെ, പിന്നെ കഴിച്ചു നോക്കുമ്പോൾ അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. റൈത്ത കൊണ്ടുവരുന്നുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ് വേണമെന്ന് പറഞ്ഞത്. എല്ലാ പിള്ളേർക്ക് എന്താണ് എന്ന് പറയുമ്പോ ഇത്രയ്ക്ക് പോകാൻ ആഗ്രഹം. യൂസഫ് അലി സാർ ഇതെങ്ങനെ കാണുന്നുണ്ടാവോ? അവിടേക്ക് പിള്ളേരെ ആകർഷിക്കുന്ന പോലെയാണ്. നമുക്കറിയണ എല്ലാ പിള്ളേർക്കും ലുലുമാളി പോവാന്ന് പറഞ്ഞാൽ എന്തൊരു വല്ലാത്തൊരു എനർജിയാണ് അല്ലേ? എന്താണ് അതിന്റെ സീക്രറ്റ്? കിച്ചണറിയും പറയൂ. എനിക്കറിയില്ല, പക്ഷെ പോവാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ചിക്കൻ ബനാന, ചിക്കൻ ബനാന, ബനാന. പിള്ളേരുടെ ഇടയിലെ പുതിയ ട്രെൻഡിങ് പാട്ടാണ് ചിക്കൻ ബനാന. എന്താണ്, ആരാണ് പോയി പാട്ട്? ഇത് ഒറിജിനൽ പാട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, വീഡിയോ കണ്ടിട്ടില്ല. ഇപ്പൊ എവിടെ ചുട്ടൻ? ഇപ്പൊ എവിടെ ചുട്ടൻ?
സ്ഥലത്തിന്റെ പേര് തൃശ്ശൂര്. തൃശ്ശൂരല്ലടാ, നീ തൃശ്ശൂർക്കാരനല്ലേ? നീ തൃശ്ശൂർക്കാരനല്ലടാ, എന്നിട്ട് നിനക്ക് സ്ഥലം അറിയില്ലെന്ന് പറയണത്. നമ്മളെ തൃശ്ശൂർ പറഞ്ഞേ, നമ്മള് തൃശ്ശൂർ പറഞ്ഞേ, നമ്മള് തൃശ്ശൂർ. നമ്മളെ അറിയില്ല, നമ്മളെ തൃശ്ശൂർക്കാരെന്താ പറയുന്നറിയാമോ? നമ്മളെ തൃശ്ശൂർ. അതിപ്പോ ഞങ്ങള് വിയൂർ ആ സൈഡിലാണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു കറങ്ങാൻ വേണ്ടി നമ്മള് ഫുഡ് കഴിച്ചിട്ടൊന്നും ഇങ്ങനെ കറങ്ങി പോയിട്ടിരിക്കുക. ഈ ഭാഗത്തേക്ക് കിച്ചു ആദ്യമായിട്ട് വരുന്നത്, അതാണ് പറയണത്. ഇവന്മാര് ഇതൊക്കെ പാടി പാടി അവസരം നമ്മുടെ വായിന്ന് ഈ പാട്ടോടൊന്നും നമ്മള് പോലെ തന്നെ എനിക്ക് പാടിക്കൊണ്ടിരിക്കാം. അല്ലേ? ഇവിടെ ഹൈലൈറ്റ്സിന്റെ ഷോപ്പിംഗ് മോള് വന്നിട്ടുണ്ട്, അവിടേക്ക് പോവാം. അത് ഞങ്ങക്ക് ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ട് കുറച്ച് മനസ്സിലായിട്ടുള്ളൂ. എന്താ പറയാ, ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഭിമാനം സന്തോഷമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം സ്ഥലമായിരുന്നു അത്, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ആയിരുന്നു അത്. ആ സ്ഥലത്താണ് ഇപ്പൊ മാള് വന്നിരുന്നത്. ഡാഡിയുടെ പ്ലോട്ട് ആയിരുന്നു അത്. അതെ, നമ്മുടെ ഫാമിലി ഒരു പണ്ടൊരു ടൈൽ ഫാക്ടറി ഒക്കെ ഈ ഏരിയ ഒക്കെ ഫുൾ അതാണുള്ളത്. ഡാഡിക്ക് മാത്രമല്ല ഈ സ്ഥലം ഉള്ളത്, വേറെ കുറെ അങ്കിൾമാര് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരുന്നത്. നമ്മള് കറങ്ങി കറങ്ങിയതേ നമ്മുടെ തൃശ്ശൂര് ആകാശപാതയുടെ അവിടെ എത്തിയിട്ടോ. ആകാശപാതയിൽ കയറുന്നില്ലേ? നല്ല രസമുള്ള കാണാനായിട്ട്. കണ്ടിട്ട് ഫുള്ള് ഗ്ലാസ് ഇട്ടൊക്കെ റൗണ്ട് ഇങ്ങനെ ഫുള്ള്. അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ലല്ലോ അല്ലേ? കണ്ടോ ഇങ്ങനൊക്കെ കാണാൻ നല്ല രസമുണ്ട്. രാത്രി ഇതുപോലെ ലൈറ്റ് ഉണ്ട്, അപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ തൃശ്ശൂര് ഹൈലൈറ്റ് മാളിലെത്തി. രണ്ടെണ്ണം നിൽക്കണം. ഉച്ച നേരത്താ, നല്ല വെയിലുണ്ട്. തൃശ്ശൂരിൽ പുതിയൊരു മാള് അല്ലേ, ഹൈലൈറ്റ് മാൾ. ഹാപ്പി ഈസ്റ്റർ അല്ലേ? ഈസ്റ്റർ കഴിഞ്ഞോട്ടാ, ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ്. സെന്ററിൽ കൊറേ സ്ഥലം ഉണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ കൊറേ ഓപ്പൺ സ്പേസ് പോലെ ഉണ്ട്. പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന എവിടെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. സ്ഥലമുണ്ട് മണ്ണില്. ഷോപ്സ് അല്ലാതായിട്ടില്ല അല്ലേ? യെസ്, ഗ്യാപ്പൊക്കെ വരണല്ലോ. എന്താ കുടിക്കാൻ പോണേ ചേട്ടാ? എന്താ കുടിക്കാൻ പോണേ? ഫുള്ള് കുടിച്ചോളൂ കേട്ടോ. ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. അപ്പൊ നമ്മുടെ ചായ എത്തിക്കുന്നു. കുത്തിപ്പൊട്ടി വെക്കാറുണ്ട്, അത് കളയുന്നതായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കുത്തിയിട്ടാ കുടിച്ചോക്ക്. എന്താ പറ? ബോബാട്ടി ബോബ ഡ്രിങ്കാ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ തരും, സ്നേഹമുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഏരിയ ആണല്ലോ ഇത്. ഇവിടെ ഷൻ കമോൺ ഷൻ. ഇവിടെ ഫുഡ് കോർട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്, ടെറസ്. ഇവിടെ നിന്ന് ഫുഡ് അടിക്കണമെങ്കിൽ അടിക്കാം, പക്ഷെ നല്ല ചൂടാണ്. നമുക്ക് നല്ല ഹൈവേ കാണാം, ഹൈവേ കാഴ്ച. രാത്രി ഭയങ്കര രസമായിരിക്കും അല്ലേ? റേച്ചുവിൻ്റെ ഫേവറേറ്റ് സ്ഥലം എത്തിയിട്ടുണ്ട്, ലുലു. ലുലു എന്ന് കണ്ടാൽ മതി. അത് ലുലു ഡെയിലി ആയിക്കോട്ടെ, ലുലു മാളായിക്കോട്ടെ, എന്തായാലും അവന് പ്രശ്നമില്ല. ലുലു എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം. എന്താ വണ്ടി നിറച്ചാ? വണ്ടി നിറച്ചാ? ചിക്കൻ ബനാന വണ്ടി നിറച്ചോ? ഫുഡ് എത്ര വെച്ചെങ്കിൽ പ്രോഡക്ട്സ് എത്ര വെച്ചാൽ അത്ര
മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ പോലുള്ള മൊത്തം തല്ലിക്കൊണ്ട് നടന്നിട്ട്. എന്താണ് വനിത കണ്ടപ്പോ പോയ ഓർമ്മകളെല്ലാം വന്ന്? പണ്ട് ബാംഗ്ലൂർ നിന്നപ്പോൾ ഞാൻ ഇതുപോലെ വനിത തപ്പി നടക്കുന്നു. ഇപ്പൊ അതിന്റെ ക്രേസ് ഒക്കെ പോയി. എന്നാൽ കണ്ടപ്പോഴേ എന്തോ അങ്ങനെ കൈ ആകർഷിക്കുന്നത്. വനിത എല്ലാ വീട്ടിലുണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടാവും. പ്രത്യേകിച്ച് വായിച്ചില്ലെങ്കിൽ അത് വാങ്ങിച്ചിങ്ങനെ വെക്കാം. അതൊരു മനസ്സുഖം. വനിത, ഗൃഹലക്ഷ്മി, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഇഷ്ടം. നമ്മുടെ ബാലരമ ഈ ചൂടിനോട് നല്ല കഥ പറഞ്ഞു കൊടുക്കാൻ. ഒരാള് ബോള് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെ കളി തുടങ്ങിയിട്ട് അവർക്ക് എന്തൊക്കെയല്ലേ വേണുള്ളൂ അല്ലേ? എവിടെ വെച്ചുകൊണ്ട് വന്നേക്കണെന്നറിയോ? ഡാഡിയുടെ കോളേജ് കാണാൻ വന്നേക്കാണല്ലേ. ഏട്ടൻ പഠിച്ചതാണ് മാലിയങ്കര ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഏട്ടൻ പഠിച്ചത്. അവിടെ ഓരമ്മള ഇവരൊക്കെ വന്ന് പൂണ്ട് വിളയാടി. ബാക്കി പറയുന്നില്ല. ബാക്കി എല്ലാരും ഊഹിച്ചോളാം. ചേട്ടാ ഡാഡിയുടെ കോളേജാണത്. ഫേമസ് കോളേജാ. നമ്മുടെ മാലിയങ്കര കോളേജ് എന്ന് പറയും. ഫേമസ് കോളേജാ. നിന്റെ അജയ് മുഴുവനൊക്കെ തന്നെ പഠിച്ചെന്ന്. ഏത് കോളേജ് എനിക്കറിയില്ല. പഠിച്ചെന്ന് നമ്മുടെ ആൾക്കാർ തന്നെ. നമ്മളിപ്പോ പോണത് നന്ദ ചേട്ടയുടെ അടുത്തേക്ക് ചൂടിന് കളിക്കാനായിട്ട്. ഞങ്ങള് നമ്മുടെ ഏട്ടന്റെ ഒരു കസിന്റെ വീട്ടിലേക്ക്. ആനയുണ്ട് ഈ പറമ്പിൽ. കാണില്ല ആന. എന്താ ഇവിടെ പരിപാടി? ഭയങ്കര കളിയാണ്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏട്ടൻ്റെ കസിൻ ബ്രദറിൻ്റെ അവിടെ വന്നേക്കാണ്. മാലിയങ്കരയിൽ നേരത്തെ കണ്ടില്ലേ കോളേജിൻ്റെ ഒക്കെ അടുത്ത്. അപ്പോൾ ഇവിടെ റിച്ചുൻ്റെ കസിൻ കുഞ്ഞൂസ്. റിച്ചുൻ്റെ പുറകെ കൊതുക് വരണം. ഇവിടെ നിറച്ച് ഇതിൻ്റെ ബാക്കിൽ പുഴയാണ് കേട്ടോ. ബോട്ടുകളുണ്ട് അവിടെ, ഫിഷിംഗ് ബോട്ടുകൾ. എന്താണ് ഇവിടെ പറയുന്നത്? ക്യാച്ച് ചെയ്യാൻ പഠിപ്പിക്കണോ? കുഞ്ഞൂസിനെ ക്യാച്ച് ചെയ്യാൻ പഠിക്കും. രണ്ടുപേരും തമ്മിൽ കുറച്ച് മാസം വ്യത്യാസമുള്ളൂ കേട്ടോ. ഏകദേശം ഒരേ ഏജാണ്. ഇവിടെ ഫുള്ള് ജാതി മരങ്ങളാണ് ഇവിടെ. നല്ല രസമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്രകൃതി ഭംഗി ആസ്വദിക്കാം. അത് കൂടാണ്ടാണ് ഇവിടെ ബോട്ടുകളുണ്ട്. ഇവിടെ ഈ നേരെ പുഴയിൽ പുഴയാണ്. പുഴ ഈ കണ്ട ഫിഷിംഗ് ബോട്ടുകളുണ്ട് അവിടെ. ഇപ്പം അതൊക്കെ ഫിഷിങ്ങിന് പോയിക്കാല് 2 എണ്ണം അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ മാലിയങ്കര പുഴയാണത്. ജാതിക്ക ഉണ്ട്. ജാതിക്ക കണ്ടിട്ട് ജാതിക്ക അച്ചാറ് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ പറയായിരുന്നു. ജാതിക്ക ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നെങ്കിൽ ജാതിക്ക അച്ചാറ് ഇട്ട് വെച്ചാണ്. ജാതിക്ക അച്ചാറ് കഴിക്കാറുണ്ടോ ആരെങ്കിലും? ഭയങ്കര ഇഷ്ടം ജാതിക്ക. എന്താണ് ഇവരുടെ പരിപാടി? വടി ക്യാച്ച് പിടിപ്പിക്കലാണ്. വടി ക്യാച്ച് പിടിപ്പിക്കല. കുഞ്ഞാലാണ് അയച്ചോട്ടാ സ്വിങ് ചെയ്യാ. ഒരു വലിയ മഴ കേട്ടോ. മാവുണ്ട് ഇവിടെ. അതുമ്മ കെട്ടിട്ടേക്കാം. ചിന്ന പഴംപൊരി വേണ്ട. ചിന്ന കളിച്ചാ മതി. ചിന്ന വിളിക്കണ പോലെ അറിയില്ല. ഞാൻ കഴിക്കില്ല പഴംപൊരി. ഇതെന്താന്നറിയോ ചേട്ടന്? കുഞ്ഞുസ് എന്താന്ന് പറഞ്ഞേ? പുളി മിഠായി. ഈ ചേട്ടൻ എന്താ അറിയോ? ഇതാണ് ടാമറിൻ്റെ മിഠായി. മമ്മി ഡാഡിയൊക്കെ ഫേവറേറ്റ് വരുന്നത്. അതെങ്ങനെ അറിയോ? അത് ഇവിടെ പൊട്ടിക്കും. ഇവിടെ കുറച്ച് നമ്മൾ ബൈറ്റ് ചെയ്താൽ ഇവിടെ സൈഡ് കുറച്ച് പൊട്ടും. എന്നിട്ട് അതിൽ കൂടെ ഇങ്ങനെ സിപ്പ് ചെയ്ത് വയ്ക്കും. സിപ്പപ്പം വയ്ക്കില്ലേ അതുപോലെ. കഴിച്ചു നോക്കിയ ചേട്ടൻ?
നൊസ്റ്റാൾജിക് ഐറ്റമാണ് മമ്മിയുടെ ഡാഡിയുടെ ഒക്കെ. Let's see who's the fastest running. രസമില്ലാട്ടോ അവരോട് ഓടിക്കളിയില് ഓടി കളിച്ചിട്ട് ഇരുട്ടായി തുടങ്ങി. എന്നിട്ടും കളി നിർത്താനായിട്ടില്ല. അപ്പം നമ്മുടെ നൊസ്റ്റാൾജിക് പുളിമിഠായി. വീട്ടിലെ ചെറുപ്പക്കാവ് ഉണ്ട്, അതിലേക്ക് കാണാൻ പോണതാ. വീഡിയോ എടുത്ത് വെക്കണതാ. ആ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ, വല്ലപ്പോഴും ഇങ്ങനെ വന്ന് കാണുള്ളൂ. ഇവിടെ 100 പാലം ഉണ്ടായിരുന്നു, അതിൻ്റെ ആണ് ഈ കാണുന്നത്. വലിയ എന്ത് വലിയ കോളം ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ സ്റ്റെപ്പ് കെട്ടി ചെറുപ്പക്കാവിന്റെ കോളമായിരുന്നു. ജമ്പ് ചെയ്തോ കുളത്തില് പോണ്ടില് കുളിക്കാൻ. ഇപ്പൊ എന്ത് ചെറുതെ എന്ത് വട്ടുണ്ടായിരുന്നത്, ഇത്ര വലിയ വട്ടുണ്ടായിരുന്നതോ. സ്നേക്ക് കുളിക്കാൻ പോണ സ്ഥലമാണ്. ഇതിലിറങ്ങിപ്പോ ആദ്യം ഈ ഹോളി കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോവും. എക്സൈറ്റ്മെന്റോ പോണെന്ന് വെച്ചിട്ടൻ എന്ത് സ്നേക്ക് ബോർഡിനെ കാണാൻ പോണം. പനിക്കൂർക്ക പിന്നെ ഇത് എന്താന്നറിയോ, ലോട്ടസ് പ്ലാന്റ്. ലോട്ടസ് ഉണ്ടാവില്ലേ കണ്ടോ? നോക്ക് തേച്ചു. ബേബി ബേബിയാണ്, ബേബി പ്ലാന്റ് ആണ്. ഫ്രോഗിന്റെ ടൈനുള്ളില് ഫ്രോഗ് ഉണ്ടാവുന്നു. ഇതാണ് നാളെ ടുമാറോക്ക് ഇത് ഫ്ലവർ ആവുന്നു, ലോട്ടസ് ഫ്ലവർ ഉണ്ടാവുന്നു. പൊട്ടിച്ചോണ്ടേക്കോ. എടാ നീ ഈ സാധനത്തിന്റെ സീഡാണ് നീ കഴിക്കുന്ന. മഖാന ചുടാ, മഖാന സീഡ്. പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, കാട് പിടിച്ചെടുക്കണ്ടായിരുന്നു. കടലില് രാത്രി മഴ പെയ്യണണ്ട. നമ്മള് ഇവിടെ എത്തി റൂം ചെക്ക് ഇൻ ചെയ്തപ്പോഴേക്ക് ഇതാ ഒരു അടിപൊളി മഴ. ഭയങ്കര സെയിന്റ് കേട്ടോ. താഴെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനും ഏട്ടനും എറണാകുളത്ത് ജോലി ചെയ്തിട്ടുണ്ടോ. അപ്പം ഈ വൈപ്പിൻ വഴി ഇപ്പം നമ്മൾ വൈപ്പിനാണ് നമ്മൾ കാണുന്നതാണ് പോട്ട്. ഒക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ പകല് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇതിലേ പോയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ സെറ്റിലായ പിന്നെ ഈ വഴിക്കൊന്നും വന്നിട്ട് തന്നെ ഇല്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഫുൾ ഫിഷിൻ്റെ സ്ഥലം ദേ ഇവിടെ നല്ല. ഇവിടെ ആൽസാ കിച്ചൺ ഫേമസ് ആണല്ലോ, അതൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ഇവിടെ തിരിഞ്ഞിട്ടാണ് നമ്മൾ ദേ അവിടെ ഒരു ഷിപ്പ് കിടക്കുന്നുണ്ട് കേട്ടോ. ഷിപ്പുണ്ട് അവിടെ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. നമുക്ക് റൂം അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയതുണ്ടോ. നല്ല കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഒരു വല്ലാത്തൊരു ഫീലിംഗ് കേട്ടോ. ഭയങ്കര മെമ്മറീസ് ആണ്, നൊസ്റ്റാൾജിക്. പുറത്തിറങ്ങി ഞാൻ കൊച്ചേരി കൊതുകിന് വേറെങ്ങും വേണ്ടെന്ന് പറയില്ല. അത് നല്ല സൂപ്പർ അറ്റാക്ക് ചെയ്യുന്ന കൊതുകുകളാണ്. അപ്പം ഞാൻ ഇവിടെ അധികം നേരം നിൽക്കില്ല, അകത്തേക്ക് പോട്ടെ. ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ വരാം. ഇനി രാവിലെ കാണിച്ചിട്ടോ വ്യൂ. നല്ല കൊതുകണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എന്നെ ചുറ്റിപ്പറ്റി കൊതുക് പറക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കൊതുക. ബാക്കി കഥയ്ക്കകത്ത് പോയി പറയാം. ഇവിടെ നമ്മുടെ റൂം കണ്ടില്ലല്ലോ. അങ്ങനെ ഭയങ്കര സംഭവമായിട്ടൊന്നും എടുത്ത് കാണിക്കുന്നില്ല. നമ്മളിത് ജസ്റ്റ് ഒന്ന് ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം നമ്മൾക്ക് വേറൊരു പ്ലാനൊക്കെയാണുള്ളത്. അത് വഴിയെ കാണാം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ താമസിക്കുന്ന റൂം കണ്ടല്ലോ, ഹോട്ടലിലെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ 2 പേരോട്ടിരിക്കുന്നത്. ഹോട്ടലിലെ പേര് പക്ഷെ നമ്മള് നാളെ ഇന്ന് നമ്മള് ഓൾറെഡി 8 മണി. എന്റെ വീട്ടിലൊക്കെ കയറി ചൂട് കരച്ചിലൊക്കെ ആയിരുന്നു അവിടുന്ന് ഇറങ്ങാനായിട്ട്. അവിടുന്ന് വരണ്ട അനിയനായിട്ടുള്ള ഇടിയിട്ടില് അനിയന്റെ കൂടെ ഇരിക്കല്. അവസാനം അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാന്നവരായിട്ടോ. മമ്മി ഡാഡി പോയിക്കോന്ന് പറയും. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയി. പിന്നെ നല്ല മഴയപ്പോ കണ്ടില്ലേ, ബാൽക്കണിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ബാൽക്കണി ഇവിടെ ഇറങ്ങിയ ബാൽക്കണിയാണ്. അതാണ് ഇപ്പൊ കണ്ടത് നിങ്ങള്. കൊതുകിന് ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം ഉണ്ട്. ഇങ്ങനെ കാണിച്ചു കേട്ടോ.
അതാണ് നമ്മുടെ ബെഡ്. ഇവിടെ വന്നപ്പോ ആ ഒരു ബെഡിന് ഒരു കേരള തനിമ കാണാനുണ്ട് കേട്ടോ. കേരളത്തിലെല്ലാവർക്കും ഒരു വുഡൻ ടച്ച് കൊടുത്താലാണ് ബെഡായിട്ട് തോന്നുന്നത്. ഫർണിച്ചർ എസ്പെഷ്യലി ഫർണിച്ചർ എടുത്ത് പറയേണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്റെ കെട്ടിനോട് നിൽക്കുന്നുണ്ട്. എന്റെ കെട്ടിന് വേറെ എന്ത് ഫർണിച്ചർ എത്രയൊക്കെ സ്റ്റൈലിഷ് പറഞ്ഞാലും ആ വുഡ് ഉണ്ടെങ്കിൽ ഒരു തൃപ്തിയുള്ള ചിരി കണ്ടിട്ടില്ലേ, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് അല്ലേ? കേരളത്തിലുള്ള ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വുഡ് വേണമെന്നാണ്. അപ്പൊ അതിന്റെ ഇവിടെ കാണാണ്ട് ഒരാള് കമ്പനി നോക്കാൻ കയറി ഓൾറെഡി നിൽപ്പുണ്ട്. മുകളില് പോയിരിക്കണ്ടോ, ഇങ്ങനെ മുകളിലൊക്കെ ആ ഒരു കേരള തനിമയുടെ ടച്ച് കാണാനുണ്ട്. തട്ടൊക്കെ അടിച്ച് അതില് ഇവിടെ നമുക്ക് ഇങ്ങനെ വ്യൂ ആണ്. രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്കട്ടെ. ബാൽക്കണി ഇത് കാണണോന്നറിയില്ല. അത് നമ്മുടെ സീ വ്യൂ ആണത്. ഈ എല്ലാരും മിററിൽ കാണാം. താഴെ ഫുള്ള് ഫിഷ് കിട്ടുന്ന ഷോപ്പുകളാ. ഇവിടെയാണ് നമുക്ക് ഫുള്ളൊന്നും കാണില്ല, ക്ലിയർ അടിക്കണ്ട. ഈ വിൻഡ് തുറക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോ. വിൻഡ് തുറക്കണ്ട, കണ്ടോ നല്ല വ്യൂ ആയിരിക്കും. രാവിലെ ആവാൻ വേണ്ടി കാത്തിരിക്ക. പോർട്ടിന്റെ വ്യൂ അല്ലേ, ദുബായ് പോർട്ടാണ് കാണുന്നത്. ഈ സൈഡില് ദുബായ് പോർട്ടും ആ സൈഡില് നമ്മുടെ ഇന്ത്യൻ ഓയിലിന്റെ ഒരു സ്റ്റോറേജ് ടാങ്ക് ചേർന്നിട്ടുള്ളത്. LPG അത് നമുക്ക് അപ്പുറത്ത് കാണാം. ഇവിടെ സെപ്പറേറ്റ് സീറ്റ് കാര്യങ്ങളുണ്ട്. മ്യൂസിക് നമ്മുടെ കോഫി സ്റ്റേഷന്റെ ഫ്ലോർ ഫ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഇല്ല, സ്പെഷ്യൽ ഒന്നുമില്ല. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സിങ് ഏരിയ ഉണ്ട്, അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല. വാഷ്റൂം നല്ല നീറ്റാണ്. ബേസിക് ആയിട്ടുള്ള എല്ലാ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള ഒരു 1 day ബാൽക്കണിയിൽ ഇറങ്ങി എൻജോയ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നത്. പക്ഷെ ഇച്ചുകൂട പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൊതുക് ഇച്ചുകൊണ്ട് കവർ ചെയ്യും. അല്ല, കൊച്ചിയിലൊക്കെ അതില് എവിടെയോ ഞാൻ ഇപ്പൊ കാണിച്ചതല്ലേ വീഡിയോ, അതിൽ എവിടെയോ ഒന്ന് കൊത്തിയുള്ളൂ. എനിക്ക് നീറുമ്പോ ശരിക്കും. കൊച്ചിയിലെ കൊതുക് പിന്നെ ലോകം ഫേമസ് ആണല്ലോ. പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ഡിന്നർ ഇവിടെ റൂഫ് ടോപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അവിടെ അറ്റ്മോസ്ഫിയർ എങ്ങനെ നോക്കിട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് റൂം സർവീസ് എടുക്കാം. നമ്മള് റൂഫ് ടോപ്പിലെത്തി. ഇവിടെ നിന്ന് കറക്റ്റ് കാണാം അല്ലേ, ദുബായ് പോർട്ട് ഫുൾ. നമ്മുടെ ഏതൊക്കെ ബ്രിഡ്ജുകളാണത്? വെള്ളാർപ്പാടം അല്ല, ബ്രിഡ്ജുകൾ 3 ബ്രിഡ്ജില്ലേ ഇത് ദുബായിലെ? മഴ പെയ്യുണ്ട് കേട്ടോ. ഇവിടെ ഫാമിലിക്ക് പറ്റിയതല്ല. അത് മാത്രമല്ല ചൂടുവാ. അന്ന് നമുക്ക് അതെ. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് നമ്മുടെ കൊച്ചിയില് രാവിലത്തെ കാഴ്ചകൾ? ഓ, നല്ല സൗണ്ടാ. നല്ല ഫിഷ് തന്നെ വേണം. ആ ഷിപ്പ് തന്നെയല്ല നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടത്. ഷിപ്പ് തന്നെയാണത്. ഇന്നലെ രാത്രി നമ്മള് ഉറങ്ങുമ്പോ എനിക്ക് മനുഷ്യൻ രാവിലത്തെ കാഴ്ച എങ്ങനെ ഇരിക്കുന്നുള്ളതായിരുന്നു കേട്ടോ. സൗണ്ടൊക്കെ റെഡി വരുന്നുള്ളൂ. സമയം അത്ര 6:30 കേട്ടോ. ഇതിലെ വഞ്ചിയിലെ ആൾക്കാർ പോകുന്നുണ്ടാവും തന്നെ. അടിപൊളി കാഴ്ച. നമ്മൾ താഴത്തെ കൂടെ പോകുമ്പോ ഈ ശരിക്കും ഈ ഒരു കാഴ്ച കിട്ടില്ലല്ലോ. നമ്മുടെ ഫിഷ് കടകളിലൊക്കെ എല്ലാം പെട്ടൊക്കെ ഫിഷൊക്കെ ഒന്ന് നിരത്തി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. കൊച്ചിൻ വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലേ അവിടെ വന്നത്? കൊച്ചി 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 ഫുള്ള് ഹാർബർ സൈഡാണല്ലോ അല്ലേ അവിടെയൊക്കെ. നമ്മൾ മേലെ നോക്കിയപ്പോഴും കണ്ടില്ല, അപ്പുറത്തെ സൈഡ് അതൊക്കെ തന്നെ. ബസ്സുണ്ട്, ബസ് രാവിലത്തെ
സൂം ചെയ്തിട്ടിട്ടാ കാണിച്ചു തരാം ഞങ്ങൾ. അവിടെ തന്നെ ബസ് സ്റ്റോപ്പും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ മട്ടാഞ്ചേരി പോയി കിടക്കുക. മട്ടാഞ്ചേരിയിൽ പോകുമ്പോ നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ് ആയിട്ട് കണക്ട് ചെയ്യുന്ന എന്താ പറയാ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജായിട്ടത്. അതിന്റെ പണ്ടേത് മറ്റേ ഷിപ്പ് വരുമ്പോ മാറിക്കൊടുത്തിരുന്ന ബ്രിഡ്ജ് അങ്ങനെയാണ് കേട്ടിരുന്നത്. പറഞ്ഞു പണ്ടിരിക്കുന്നത്. പക്ഷെ അറിയാം നമുക്ക് പിന്നെ വോയിസ് ഓവർ കൊടുക്കാം. എന്തായാലും വീടെടുത്തിരിക്കാം. കാണാൻ ഭയങ്കര ഭംഗിയാണ്. ബ്ലാക്ക് ഇവിടെ സെന്റർ പൊന്തും എന്നായിരുന്നു കേട്ടിരുന്നത്. ഒന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മട്ടാഞ്ചേരിയിൽ ചെറളായി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മറ്റേ തിരുപ്പതി ടെമ്പിളിലാണ് കേട്ടോ. ഇത് ഇവിടെ എന്താ പറയുക ഗൗഡ സാരസ്വത ബ്രാഹ്മൺസിൻ്റെ ഒരു പ്രധാന ടെമ്പിളാണ് കേട്ടോ ഇത്. ഇവിടെ ചോട്ടാ. അപ്പം ഇവിടെ എന്താണ് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഞങ്ങൾ എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കല്യാണത്തിന് മുമ്പേ ഇവിടെ വരാറുണ്ടായിരുന്നു. അതെ, എന്താ പറയുക ലൈനർ ചേർക്കുന്നത് കൊല്ലം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരു അമ്പലമാണിത്. അപ്പോൾ ഞങ്ങൾ ഈ എറണാകുളം ഭാഗത്തേക്ക് വരുമ്പോൾ പച്ചമുളകൊക്കെ ഇവിടെ വരാറുണ്ട്. അങ്ങനെ നല്ല വലിയ അമ്പലമാണ്. ഭയങ്കര പീസ്ഫുള്ളി നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു അമ്പലമാട്ടോ ഇത്. ഫോണുള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് അമ്പലം. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ തിരുപ്പതിയിലെ പോലെ രഥോത്സവവും ഇവിടുത്തെ പൂജാരീതിയൊക്കെ ഫുൾ അങ്ങനെ തന്നെ ഉണ്ട്. നല്ല രസമാണ്. ഇവിടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. ഭയങ്കര ഒരു എന്താ പറയുക മെമ്മറി എടുക്കാൻ വന്നതായിരുന്നു. ഇച്ചുകുട്ടനെ കൂടെ കൊണ്ടുവന്ന ഇച്ചുകുട്ടനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ വരാറുണ്ട് ഇവിടെ. ശാലയായിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുമോ? പേടിയാ തൊട്ടോ ചെയ്യില്ല. ഫൈനൽ തൊട്ടു. കാണിക്കേ. ഹാപ്പി ഹാപ്പി ഫൈനലി ചൂട്ട് അങ്ങനെ തൊട്ടു. എനിക്ക് പണിച്ചിട്ടണോടി. ഈ ബോട്ട് ഹൗസ് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ എൻ്റെ ചുറ്റുപാടും തന്നെയാണ് നമ്മുടെ കൊച്ചി ബോട്ട് ഹൗസും സിനഗോഗും പാലസും ഡച്ച് പാലസും ഒക്കെ ഉള്ളത്. ബോട്ട് ഹൗസ്. ഈ ബോട്ട് കിടക്കുന്നുണ്ട്. ബോട്ടിൽ പോകണം അയച്ചോട്ടന്. അവിടെ ഡ്രഡ്ജർ കിടക്കുന്നുണ്ട്. അതെ, ആ സാധനമാണ് ഡ്രഡ്ജർ. നമ്മൾ മണ്ണ് ഡ്രഗ് ചെയ്തിട്ട് മാറ്റണ സാധനമാണ്. അതാ ഷിപ്പ് പോലെ കിടക്കില്ലേ അത്. പുതിയ ബോട്ട് ഹൗസ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അവിടെ നല്ല സെൻറ്റർ ഇങ്ങനെ. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഡച്ച് ഹൗസ് പാലസ് ഒക്കെ. വാ, ഇതിങ്ങനെ പറഞ്ഞിടത്ത് ഫുള്ള് ഷോപ്പിംഗ് ആണ് കേട്ടോ. ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസുകളും ജ്വല്ലറീസും ബാഗ്സും ഒക്കെ ആയിട്ടൊക്കെ നിറച്ചുണ്ട്. ഇങ്ങോട്ട് വാ. സുവനീർസുകളും ഉണ്ട് ഇഷ്ടം പോലെ. ചൂട് കാരണം ഇച്ചോട്ടെ. ഇവിടെ സോഡ സർവത്ത് കുടിക്കാം. അവിടെ നോക്കട്ടെ. സോഡ സർവത്ത് കുടിക്കാം. ഞങ്ങളിങ്ങനെ ആ ലൈനിൽ തന്നെ ഏട്ടൻ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടെ സോഡ സർവത്ത് കുടിക്കാം. മതി. ഇനി ഡാഡിക്ക് കൊടുക്കാം. വരട്ടെ, ഡാഡി ഇങ്ങോട്ട് വരട്ടെ. പോയി ഒരാൾ വെയിലത്ത് കുടയും ചൂടി പാട്ടും പാടി നടക്കുക. വെയിലത്ത് ഒറ്റയ്ക്ക് കുടയും ചൂടി പാട്ടും പാടി നടക്കുകയാണ്. ഇത് പ്രൈവറ്റാണ്, മറ്റേത് അപ്പുറത്താ.
എങ്ങനെയുണ്ട് ചൂട്? കൊച്ചിയിലെ ചൂട് എങ്ങനെയുണ്ട്? ചൂടാ. അതായത് ഞാൻ കൂടെ സർവത്ത് കുടിച്ചതോടുകൂടി വിളിക്കുന്നു ഒരാള്. അവന് ഓരോന്ന് കണ്ടിട്ട് അവിടെ പറിക്കാൻ നിൽക്കാം. രസമുണ്ട് ഇങ്ങനെ നിൽക്കാൻ അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ പൊട്ട് കയറിത്തെ പോവാം. നല്ല രസമുണ്ടല്ലോ എലിഫന്റ്. ഫ്രണ്ട് തൂക്കി വെച്ചാലോ? എന്തുവാടാ നല്ല ചൂടല്ലേ? ശരി ശരി. സ്പൈസ് ഷോപ്സ്, ജ്യൂസ് സ്ട്രീറ്റ് കൂടെ നടക്കണ്ട. ഇങ്ങനെ നല്ല വെയില. ഗൈഡ് വേണോ ചോദിക്കാം. ഗൈഡ് എന്താ ഫുള്ളങ്ങനെ കണ്ടോ? അതേ വലിയ ഉരുളി വേണമെങ്കിലൊക്കെ ഇവിടെ ഉണ്ടോ? ഓ ഫുള്ള് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, വിളക്കുകളൊക്കെ ഉണ്ടോ? പഴയ ഫോൺ പ്യുവർ പ്രാസാണ്. ആ വർക്കിംഗ് ആണ്. ഡിസ്ക് ഉൾപ്പെടെയാണ് തരാന്ന് പറയുന്നത്. ഫോൺ ഇച്ചിട്ട് നേരത്തെ വിളിച്ചു നോക്കിയേ. ഫോൺ ഹലോ കേൾക്കണ്ടോ നോക്കിയേ. ഇച്ചിട്ട് കേൾക്കണ്ടോ നോക്കിയേ. ഹലോന്ന് കേൾക്കണ്ടോ നോക്കിയേ. കേൾക്കണ്ടോ നോക്ക്. കേൾക്കണ്ടോ നോക്കിയേ. ഹലോ ഹലോ. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ. പിന്നെ നമുക്കിവിടെ ചെറിയൊരു എൻട്രൻസ് ഫീ ഉണ്ട്, 10 rupees ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ മ്യൂസിയം ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഈ ഫേമസ് ആയിട്ടുള്ള പരദേശി സിനഗോഗ് എന്ന് അറിയപ്പെടുന്നത് നമുക്ക് കയറി വിസിറ്റ് ചെയ്യാൻ പറ്റും. പണ്ട് ജൂതന്മാർ അവരുടെ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു സ്ഥലമാണിത്. ഇവിടെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ഈ താഴത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ ഇവിടുത്തെ ഈ ടൈലുകളാണ്. അപ്പോൾ നമുക്കിതിവിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചൈനയിൽ നിന്ന് നമുക്ക് ഈ സിനഗോഗ് പണിത സമയത്ത് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് ഇട്ട ടൈലാണെന്നിട്ട് അറിയുന്നത്. ഭയങ്കര രസമുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ആ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ഒരു ദേവാലയത്തിൻ്റെ ആ ഏരിയയും ഒരു സാധാരണ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത്. അതുകൊണ്ടായിരിക്കാം മറ്റുള്ള നമുക്ക് ചർച്ചകളിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇവിടെ എല്ലാവരും നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മ്യൂസിയത്തിൽ കയറിയിട്ടായിരുന്നു. മ്യൂസിയത്തിൽ കയറുമ്പോൾ നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ജൂതപ്പള്ളിയെക്കുറിച്ചും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ജൂതന്മാർ വന്നത് എവിടെയാണ് വന്നതെന്നും അവർക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുങ്ങല്ലൂരാണ് അവർ വന്നത്. അത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മൾ കൊച്ചിയിലേക്ക് ഇവിടെ അഭയം കൊടുത്തതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇതിണ്ട്. അപ്പം നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ പാലസ് ഉള്ളത്, മട്ടാഞ്ചേരി പാലസ് ഉള്ളത്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് പാലസ് ആണ് കാണുന്നത്. ഈ നേരെ കാണുന്നത് അമ്പലവും മേളിൽ പാലസും, അങ്ങനെയായിരുന്നു ഇവിടുത്തെ രീതി. നമ്മൾ തൊട്ടപ്പുറത്ത് അതേട്ടാ അതാണ് സിനഗോഗ്. ഈ കാണുന്ന ബിൽഡിംഗ് സിനഗോഗ്. നമ്മൾ അവിടെ കണ്ട ഒരു ദീപം സ്തംഭം പോലത്തെ സ്ഥലം കൊടുത്തത് കാണാം. ഈ വാതിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കണ്ടോ. മേളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ 3 പാളി. നമ്മള് ലഞ്ച് കഴിക്കാൻ കയറി കേട്ടോ. ഇപ്പോൾ 3:30 ടൈം കയറിയിരിക്കുന്നത് ഇവിടെ കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള കാർത്തിയാനിയിലാണ് കയറിയിരിക്കുന്നത്. കാർത്തിയാനി റെസ്റ്റോറൻറ്റ്. അവരുടെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഫിഷ് കറി, ഫിഷ് മീൽസ് ഒക്കെയാണ്. വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു സെറ്റപ്പാണ്, പക്ഷെ ഭയങ്കര തിരക്കാണ്. മമ്മിക്ക് ഇച്ചിനോട് സെയിം അല്ലടാ. നീ അധികം കഴിക്കില്ലല്ലോ. വേണ്ട വേണ്ട. ഇച്ചുനല്ലേ ഫിഷ് അല്ലടാ. ഇതാണ്ട് അവിടെ ടൈഗർ പ്രോൺ കോക്കനട്ടിന് നല്ല ഫ്രൈഡം ആണോ അല്ലേ? അതേ നമ്മുടെ ടേബിള് കണ്ടുകഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുണ്ടാവും നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്താണ് ഫുഡ് കഴിച്ചതെന്ന്. ഒന്നും ബാക്കിയില്ല കേട്ടോ. നമ്മുടെ ഫിഷിൻ്റെ മുള്ള് മാത്രമേ, ബോൺ മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ്ട് നമ്മുടെ കാർത്തിയാനി റെസ്റ്റോറൻറ്റിൻ്റെ സെറ്റപ്പ്. ചെറിയ സംഭവമാണ്, നല്ല ഉള്ളിൽ AC ഒക്കെ ഇട്ട് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് ഏട്ടൻ പറയും.
ഇത്രയും കഴിച്ചിട്ട് അങ്ങനെ എരിവ് കറി കഴിച്ചിട്ട് എരിവ് ഒന്നും അങ്ങനെ ഒന്നുമില്ല. സാധാരണ മീൻ കറി മട്ടക്കലും ഇല്ല. ഫുള്ള് തീർത്തുകൾ കണ്ടില്ലേ? മറ്റേ റേറ്റും കുറവാട്ടാ. എല്ലാം കൂടി 2068. കാരണം മീനിന്റെ സൈസ് ഫുള്ള് എന്ത് വലിയ മീനായിരുന്നു. ഞാനത് പേടിച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ചിട്ടുണ്ടായില്ല പ്രൈസ് എത്രയല്ല. ഞാൻ പേടിച്ചിരിക്കുന്നത് എത്രയാവും എന്നുള്ളത്. പക്ഷെ ടൈഗർ പ്രോൺസ് നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്താ ഇഷ്ടമായത്? ടൈഗർ പ്രോൺസ് ഒട്ടും എരിവില്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അത് പിള്ളേർക്ക് വെറുതെ കഴിക്കാൻ പറ്റുമോ? അത് എന്നാലും അടിപൊളി. അപ്പൊ ഇനി 2 ദിവസം നമ്മളുടെ ഇവിടെ എൻ്റെ സ്റ്റേ കുട്ടിനെ എൻജോയ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞങ്ങള് എറണാകുളത്ത് അടുത്ത 2 ദിവസം സ്റ്റേ ഉള്ള സ്ഥലത്തിന്റെ ലീവ് റെഡി. നിങ്ങളിപ്പോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ റൂമിലേക്ക് കാഴ്ചകൾ കാണിച്ചു തരാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡ്രോബ് ഉണ്ട്, അല്ലെങ്കിൽ സേഫ് ലോക്കർ സാധനങ്ങളെല്ലാം ഉണ്ട്, ബേസിക് വേണ്ട എല്ലാം ഉണ്ട് അതിനകത്ത്. ഇവിടെ വരുമ്പോൾ ടീ കോഫി സ്റ്റേഷൻ ഉണ്ട്, ഫ്രിഡ്ജ്, മിനി ബാർ ഉണ്ട്. അതിൻ്റെ ഉള്ള സ്പെഷ്യൽ സാധനം എന്തെങ്കിലും ഉണ്ടോ ഞാൻ നോക്കിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ വാഷ് ബേസിൻ നമുക്ക് ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വാഷ്റൂം, ഇവിടെ ബാത്റൂം, അതിന് ടബുണ്ട്. എൻജോയ് ചെയ്യാനുള്ള ടബുണ്ട്. അതെ, 2 ദിവസം ഉള്ളതുകൊണ്ട് 1 ദിവസം നമുക്ക് എൻജോയ് ചെയ്യാം. നോക്കി ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ട്. ഈ സീക്രട്ട് റൂമിൽ എന്താ നോക്കിയാലോ നമുക്ക്. ഇത് എന്താ എന്തിനു വേണ്ടിയുള്ള സീക്രട്ട് ആണെന്നുള്ള നിങ്ങൾ തന്നെ അനുമാനിച്ചോളൂ. ഞങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൂം നമ്മള് ഇത്രയധികം ഹോട്ടലുകളിൽ പോയിട്ട് കാണുന്നത്. എന്തിനാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എനിക്ക് തോന്നുന്നു ലഗേജ് വെക്കാറുണ്ട്. അപ്പുറത്തും ഒരു റൂമുണ്ട്. ആ വാലൊന്നും തുറക്കാൻ പറ്റുന്നില്ല. ഡോറല്ല, അത് ലോക്ക് ഇതാണ്. ലഗേജ് വെക്കാൻ വാതില് പോലെ ഇത്ര വലിയ നമ്മുടെ വീഡിയോ കാണാൻ ആരെങ്കിലും അത് അറിയെങ്കിൽ കമന്റ് ചെയ്യുക. നമുക്ക് അറിയില്ല. അതെ, ബെഡ് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ബെഡാണ്. നമുക്ക് ഏറ്റവും നമുക്ക് ഉണ്ടായി തന്ന വ്യൂ നമുക്ക് ലാലേട്ടനെ കാണാൻ പറ്റുന്നു. ലാലേട്ടന്റെ വീട് ആ സൈഡ് എടുത്താൽ മതിയായിരുന്നു. ഇവര് പറഞ്ഞു ഈ സൈഡ് നല്ല വ്യൂ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ കായൽ വ്യൂ കായലൊക്കെ ഉള്ളതുകൊണ്ട് ഈ സൈഡ് എടുത്തോളാം പറഞ്ഞു. അവര് പറഞ്ഞു ഈ സൈഡ് നല്ല വ്യൂ. എന്നെ മനസ്സിലാക്കിണ്ടായിരുന്നു ആ സൈഡ് മതിയായിരുന്നു. സൂം ചെയ്തൊക്കെ ചിലപ്പോ ലാലേട്ട് പറഞ്ഞിട്ട് തമാശ പറഞ്ഞിട്ടതൊക്കെ. അപ്പൊ ഇതാണ്ട് നമ്മുടെ റൂം 2 ദിവസത്തേക്ക് അവിടെ ഉണ്ടാവും. 2 ദിവസം നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാം. പതുക്കെ ചൂടപ്പെട്ട് അപ്പോൾ ശരി. ഒരു രാത്രി നല്ല രസമുണ്ട് അല്ലേ കാണാൻ? രസമുണ്ട്. എൻജോയ് മാടി. അതെ, ഫ്രണ്ടില് ലാലേട്ടന്റെ ഫ്ലാറ്റ് ഉണ്ട്. അത് നോക്കിക്കോ. എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ക്യൂരിയോസിറ്റി. നമ്മളെവിടെ വന്നെങ്ങനെ വെച്ചിട്ടോ? ഏത് മാളാണ്? ഫോറം മാൾ. നമ്മളെ കൊച്ചിയിലെ ഫോറം മാളത്തിലാണ് കേട്ടോ. ഇന്നത്തെ ഡിന്നർ ഇവിടുന്ന് കഴിക്കണമെന്നാണ് ഇച്ചുകൂട്ടന് ആവശ്യം. ദൈവമേ, ഫാമിലീസോ അവിടെ കണ്ടുപൊത്തിക്കോ. നേരെ അതിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് നോക്കണത്. നല്ല വലിയ ഫുഡ് കോർട്ടാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ അവിടെ പോയി നോക്കിട്ട് അറിയാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുള്ള സാധാരണ കാരണം ഫ്രഞ്ച് ടോസ്റ്റിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ട്. കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും ചേട്ടാ? ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ കഴിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് ഇനി കേരള ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരാമെന്ന് പറയുന്നത് അല്ലേ? തുടങ്ങിയിട്ടുള്ള ഉച്ചക്കൂട്ടൻ, ഞാൻ കിടക്കണുള്ള ഉച്ചക്കൂട്ടൻ. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ചൻ്റെ കണ്ണിൽ പെട്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ണിൽ അട്രാക്ട് ചെയ്യുന്ന ആ ഒരു കളറാണ് ഫുൾ അവിടെ വെച്ചേക്കുന്നത്. യെല്ലോ കോമ്പിനേഷൻ, യെല്ലോൻ്റെ തന്നെ പലത്, ഡാർക്ക് യെല്ലോ, ലൈറ്റ് യെല്ലോ. അപ്പോൾ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് ഇതിനകത്ത് കോണ്, നമ്മുടെ ഓറഞ്ച്,
ഗാർലിക്ക്, പിന്നെ എന്താ പറയുക ക്യാരറ്റ്, മഞ്ഞൾ, നമ്മുടെ പച്ചമഞ്ഞൾ, അതൊക്കെയാണ് ഈ ബോട്ടിനകത്ത് കാണുന്നത്. അപ്പം നമ്മളിവിടെ ഇവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഷോയ്ക്ക് വേണ്ടി മാത്രമാണ് വെച്ചേക്കുന്നത്. ഇത് അവർ യൂസ് ചെയ്യാറില്ല. ഇതിനകത്ത് നമ്മുടെ വിനീഗറും സോൾട്ടും വെച്ച് യൂസ് ചെയ്തിട്ട് പ്രിസർവ് ചെയ്തിട്ട് ഒട്ടും തന്നെ ഓപ്പൺ ആക്കാണ്ട് അവർ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കണതാണ് കേട്ടോ. അത് കാണുമ്പോൾ ഒരു വെറൈറ്റി ഒരു തീമായിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എടുത്ത് വെച്ചിട്ട്. ഒരാളോട് രാവിലെ തന്നെ പൂളിൽ ഇറങ്ങിയ ബ്രേക്ക്ഫാസ്റ്റ് കൂടി വേണ്ട കേട്ടോ. പക്ഷെ വെയിലായി തുടങ്ങി. രാവിലെ ആണെങ്കിലും വെയിലുണ്ട്. 10-11 മണിയായി. വെയിലുണ്ടെന്ന് പറയണേ. ഇതാ ഇതേ വെയിലത്ത് ഇറങ്ങി കഴിഞ്ഞു. പൂള് ഏത് ഇവിടെ പോയാലും പൂള് ചാറണം. ഇതേ പോണു തട്ടായിട്ടാ പല പല ഫീറ്റിൻ്റെ എന്താ ഡെപ്ത് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ കുഴപ്പമില്ല. അതൊക്കെ അവന് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നതാണ്. ലേമറിഡിൽ മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ലേമറിഡിന് ഇത്ര വലുതാണ് ഇവിടെ സ്റ്റേജ് ചെയ്ത് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്കൊന്നും വരില്ല. ദൂര സ്ഥലം. അത് കൊച്ചിയിൽ എറണാകുളത്ത് ഇങ്ങനെ സെൻറ്ററിൽ ഇത്ര അധികം സ്ഥലമുള്ള വേറൊരു ഹോട്ടൽസ് ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്ത് പാർക്കിങ് ഇത്രേ ഈ ബാക്കിലൊക്കെ ഇത്രയും സ്ഥലം തന്നെ ഫ്രണ്ടിൽ പാർക്കിങ്ങിനും ഉണ്ടായിരുന്നു. ദൂര സ്ഥലം. നല്ല ഓണൊക്കെ ചെയ്തതായി. ഇപ്പുറത്തെ കാഴ്ച കണ്ടേ, കായൽ കാഴ്ചകൾ നല്ല രസമുണ്ട്. അവിടെ മീനിൻ്റെ വല മുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ചീന വല. കൊച്ചി എന്ന് പറയുമ്പോൾ കാണുന്നത് ഈ ചീന വലയാണ് അല്ലേ, കൊച്ചിയുടെ അടയാളം. ചീനവല നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ. ഫുഡ് കഴിക്കുക, നടക്കുക. എവിടെയാണ് ഡിന്നർ കഴിക്കാൻ എത്തിക്കണേ? ടേബിളും വരണ്ട്. എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ പിള്ളച്ചൻ എല്ലായിടത്തും ഉണ്ട്. ഇഷാൻ. പാട്ട് ഇഷ്ടല്ലേ? ഏത് പാട്ട് ഇഷ്ടം? ഏത് പാട്ട് ഇപ്പൊ പാടി? മലയാളം പാട്ടുകൾ വലിയ ഐഡിയ തമിഴ? മറ്റേ കാട്ടും അല്ലെങ്കിൽ തുമ്പിവാ ഉണ്ണികളൊരു കഥ പറയാം. കണ്ണമ്പി പിന്നെ കേട്ട് ഇടയ്ക്ക് കേട്ടോ. കേട്ടില്ല? അവിടെ നിർത്തിയിട്ട് എനിക്ക് കാണില്ല ഇവന്റെ കൃഷ്ണർമാണ്. ഇത് നമ്മുടെ കുട്ടനാടൻ ഡക്ക് നൂൽപ്പറോട്ട. നമ്മുടെ മക്കളുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കുരുപ്പുകളെ ഞങ്ങളൊരു ഫാമിലി ഒരു പൂജ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചുട്ടിൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. അത് ആ ടേബിളിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിച്ചു. അവൻ അത് വേണമെന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് വാശിയായിരുന്നു. പിന്നെ എന്താ പറയുക, എൻ്റെ അമ്മായിമാരും അമ്മയും എല്ലാവരും കൂടി കൈ കിട്ടിയ സാധനങ്ങൾ കത്തിയായിട്ടും സ്പൂണായിട്ടും എന്തൊക്കെ എടുത്തുകൊണ്ടെന്നിട്ടാണ് ആ മാഗ്നറ്റ് വിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചതെന്ന് പറയണ്ട. അവസാനം അത് അടുത്തെടുത്തോട്ട് എന്തോന്നാലും എന്നാലും എല്ലാവർക്കും ഒരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു അത്.
ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒരു മജ്ലീസ് പോലത്തെ രീതിയിൽ ഡ്രസ്സിങ് കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾ ജയലക്ഷ്മിയിലുള്ള കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ രണ്ട് സൈഡുണ്ട് കേട്ടോ. പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഉണ്ട്. എവിടെ പോയി നല്ല ഡ്രസ്സുണ്ട്. ഭയങ്കര ഉണ്ടോ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെ അവർ കൊണ്ടുവന്ന് ഡ്രസ്സ് ചെയ്ത് തരും. പറയാൻ എന്താ അറിയോ, കാരണം അയിനി ചക്ക എടുത്തു നോക്ക്, പിടിച്ചു നോക്ക്. ജാക്ക് ഫ്രൂട്ട് ആ വലിയ ജാക്ക് ഫ്രൂട്ട്. അതൊക്കെ ഒരു മെമ്മറീസ്. അതിന് വളരെ തൊട്ടൊക്കെ ഇങ്ങനെ മുണ്ടായിരിക്കും. ഉണ്ടാ ഞെക്കരുത് കേട്ടോ, അപ്പം അതൊക്കെ തൊടാൻ പാടുള്ളൂ. നാടൻ സാധനങ്ങൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നമ്മുടെ നൊസ്റ്റാൾജിക് ഐറ്റംസിനെ പൊളിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇത് ഇഷ്ടമായിരുന്നു, എത്ര പേര് ഇപ്പോൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നാട്ടിൽ ഇപ്പോൾ ഈ സമയത്ത് വന്നുകൊണ്ട് റെയറായിട്ട് കിട്ടിയതട്ടാ വെച്ചിട്ടാ. ഇതാണ് ബേബി ജാക്ക് ഫ്രൂട്ട്. എന്താ പറയാന്നറിയോ, അയിനിച്ചക്ക. ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കി. പാൽ കുടിക്കണം, അതിൻ്റെ ഇടയിൽ കൂടെയാണ്. ഏറ്റവും കഴിച്ചു നോക്കിയാ പണ്ടത്തെ അത്ര ഉണ്ടാവില്ല അല്ലേ? ഒരു ഇത്തിരി കൂടി പഴുക്കണം തോന്നുന്നു. പണ്ട് ശരിക്കും പഴുക്കും ഒരു ഓറഞ്ചിഷ് കളറാ. ആ അവിടെ ഉള്ളേ ഏറ്റവും വലുത് നോക്കിയൊക്കെ എടുത്തത് ഇങ്ങനെ. പിന്നെ പച്ചപ്പായിരുന്നു. ആ അതുണ്ടാവും. എന്താ ഡിമാൻഡ്? 260 250 രൂപ കിലോന്. എടുത്ത് കഴിക്കേ. ആ വൈകിലിട്ട് പാലിട്. ആ ഇട്ടടാ, അതിനെടുക്കാൻ കിട്ടണില്ല. വഴിക്ക് പോയിട്ട് ബേബി ജാക്ക് ഫ്രൂട്ട് കഴിച്ചോക്ക്. അവൻ ഫസ്റ്റ് ടൈം ആട്ടെ ടേസ്റ്റ് അവൻ്റെ എക്സ്പ്രഷൻ. പഴുപ്പ് അത്ര മധുരമില്ല, അതാണ്. പിന്നെ നീ പാൽ കുടിച്ചോണ്ടിരിക്കുന്നില്ലേ, അതാണ്. മധുരമില്ല, അതാ. ഇതാണ് അയിനിച്ചക്ക. കുറെ മെഡിസിൻ ഗുണമുള്ളതാ. ഒരെണ്ണം കൂടി ഉണ്ടല്ലോ കേട്ടോ, അത് പൊളിക്കാം. ഇതിന് കുറച്ചും കൂടി കളറുണ്ട്, അതാണ് എനിക്ക് എടുത്തത്. മണൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് പൊളിച്ച് പോകാറുണ്ട് കേട്ടോ. പക്ഷെ ഇത് ആദ്യത്തെ നമുക്ക് കൂടുതൽ ഞെങ്ങണ്ടായിരുന്നത്. പക്ഷെ ഇതാണ് കളർ, വലുപ്പുണ്ട് അതിന്. എന്തായാലും ചെറിയ ചിക്കുട്ടിയോടെ ബീച്ചിക്ക് പോവാണ്ട. ഡ്രസ് ഉണ്ടല്ലോ. കുട വേണ്ടി വരുമോ? വരുമോ തിരിച്ചു വരുമ്പോ? അങ്ങനെ എടുക്കാം. നല്ല രസമുണ്ടല്ലോ ഈ പാലം അല്ലേ? എവിടെ പോവാ ഏച്ചിക്കൂടെ? എവിടെ പോവാ? ബീച്ചിൽ പോവാ. അതേ തിരിച്ചു കൊടുക്കും. കാറ് കുട എടുക്കാനും പറഞ്ഞു. അതൊക്കെ എന്ത് ബിഗ് ഷെല്ലാണ്. നമ്മളങ്ങനെ ബീച്ചിലെത്തി. ഇച്ചിക്കുട്ടിയുടെ പണി തുടങ്ങി. ബീച്ചിൽ നിന്ന് വെള്ളമെടുത്ത് ദേ ഇവിടെ അവിടെ ഡിഗ് ചെയ്യാൻ പോണു. കമോണിഷാൻ ഇവിടേക്ക് ഇത് കയറുണ്ട്. എന്ത് വലിയ ഷെല്ലുകളൊക്കെ, അധികം അറിയാത്ത ഷെല്ല്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ അത്ര കാണില്ല. ഞാൻ താഴത്തോട്ട് ഇറങ്ങിയതുകൊണ്ട്. ഇതിന്റെ അപ്പുറത്താട്ടോ ആ മൺതിട്ട കാണുന്നുണ്ട്. അതിന്റെ അപ്പുറത്താ. ഇതിപ്പോ ഇത്തിരി സേഫ് ആയിട്ട് വെള്ളം അധികം ഇല്ലാത്ത സ്ഥലാട്ടോ. ഈ ബീച്ചിനെന്താ പറയണേ? ഭാരത് ബീച്ച്.
ഇവിടെ പണ്ട് ഇവിടെ ഏട്ടൻ കളിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലം കേട്ടത്. പണ്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ അങ്ങോട്ട് തോടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഫുള്ള് ബീച്ച് തന്നെ ആയിരുന്നു. മാത്രം പുലിമുട്ട് വന്നപ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നത്. ഇതല്ലേ ഹാർബർ? അവിടെ ഹാർബർ ഉണ്ട് കേട്ടോ. ഏത് ഹാർബർ? ചേറ്റൂർ ഹാർബർ, അപ്പുറത്ത് അഞ്ചങ്ങാടി ഹാർബർ. ക്ലിയർ അല്ല, സൂം ചെയ്താലോ. അത്ര ക്ലിയർ അല്ല, ഷെയ്ഡ് അടിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ കാണാനായിട്ട്. അറിയേ ധാരാളം ഡിഗ്ഗിങ് ചേച്ചാ. ദേ കുപ്പിയിൽ മണ്ണ് ഇറക്കിയാണ്. ചാപ്പക്കാട് അടുത്ത് എന്തൊക്കെ സാധനങ്ങൾ ഇറക്കണം. കല്ലാന്നുണ്ടല്ലേ ചെല്ലുണ്ട്. അതാണ് ഈ വെള്ളം അവിടെ എത്തുമ്പോ ഇങ്ങനെ സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഇരുന്നിട്ട് വെള്ളത്തിലിറങ്ങി നമ്മൾ വെള്ളത്തിൽ വേലിയേറ്റം രസമുണ്ട്. അവിടെ ഒരു വീടുണ്ട്, അതിൻ്റെ ഇടയിൽ കുഞ്ഞു വീടുണ്ട്. വീട്ടിക്ക് വെള്ളം കയറില്ലേ? നിറയെ ബോട്ടുണ്ട് കേട്ടോ, ഫിഷ് ബോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇപ്പുറത്ത് പുലിമൂട്ടുള്ള അവിടേക്ക് എത്തിയിട്ടാ. ഇവിടെ അടിപൊളി ബീച്ചാ. രണ്ടും കൂടി നടക്കുക. ഞങ്ങൾ ആ പുലിമൂട്ടിന്റെ മേളിൽ കയറാൻ പോയി. ഞാൻ പറഞ്ഞ കേൾക്കണ്ടാവുന്നറിയില്ല, ഭയങ്കര തേരടിക്കുന്ന സൗണ്ടാ. നല്ല രസമുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇത്ര വലിയ ബീച്ച് ഉണ്ടെന്നേ. ഗോവയിൽ ഇതൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല അല്ലേ. ഇപ്പുറത്തെ സൈഡ് ഫുള്ള് തെങ്ങും തോപ്പുകളാ, ഒന്നുമില്ല. വേറെ കുറച്ച് ആൾക്കാരിങ്ങനെ നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. അപ്പം നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇങ്ങനെ ബീച്ചിൽ കളിക്കാൻ വരാം. അതിന് ഏറ്റവും പെർഫെക്റ്റാ. ആരും ഇല്ലല്ലോ, അടിപൊളി. പോണില്ല ഒരാള് മണ്ണ് ഡിഗ് ചെയ്യാനായിട്ട്. ഒരാള് ഫിഷ് പിടിക്കാൻ പോണ്ട് കേട്ടോ. നോക്കാം ചേട്ടന് ഫിഷ് കിട്ടിയോ? ഇപ്പോഴേ ചേട്ടനെ ഇപ്പോഴേ ചേച്ചി വ്ലോഗ് ചെയ്ത് നടക്കാം. ചേട്ടാ ഇടൂ, ഞങ്ങളിവിടെ കാത്തിരിക്കുന്നു. അപ്പോൾ അതേ നമ്മൾ പുലിമുട്ടിൻ്റെ മുകളിലെത്തി. ഏത്തായി പുലിമുട്ട്. ഇത് അഞ്ചങ്ങാടി പുലിമുട്ട് അപ്പുറത്താട്ടത്. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാവക്കാട് വഴി പോകണം. ചുക്കുട്ടൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഇത് രണ്ടാണ് ആദ്യം വന്നത്, മറ്റേ രണ്ടും പിന്നീട് കൊണ്ടുവന്നതാണ്. ഫിഷ് അത് മീൻ വരാനായിട്ടായിരിക്കും. മീനെ ഒച്ച വരുമ്പോ വരുമല്ല, അതിന് വേണ്ടിട്ടാവും. അല്ല അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ വന്നാൽ തന്നെ നമുക്ക് അടിപൊളി ബീച്ച് ഉണ്ട്. ഇവിടുന്ന് നമ്മുടെ വീട്ടിലോട്ട് 3-4 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ നടന്ന് പുലിമൂട്ടിന്റെ അറ്റത്തി. അവിടെ ഒരു ദേവിയുടെ ഇത് വെച്ചിട്ടുണ്ട്, കടലമ്മ. അല്ല അത്രയും ദൂരം നമ്മൾ നടന്നിങ്ങടെ എത്തി. ഇനി കടലിന്റെ അറ്റായി. അല്ല ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. എന്തോരം കല്ലിട്ടുണ്ടാവും ആലോചിച്ച് നോക്കിയേ. ഉണ്ടാ, ഇതാണ് അതിന്റെ എൻഡ് വരുന്നത്. എത്ര എന്താ പറയാ പാറ കൊണ്ടിട്ടുണ്ടാവും ഇവിടെ. വെള്ളം തെറിക്കും. ഇതേ അല്ല നമ്മുടെ നാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. എന്തുകൊണ്ട് ടൂറിസം അവര് ഇമ്പ്രൂവ് ചെയ്യണില്ല എന്നുള്ള. ഇവിടേക്ക് വണ്ടി പോലും വരില്ല, ബൈക്കാ വരല്ലോ. വണ്ടി കുറച്ച് അപ്പുറത്ത്, കാറ് കുറച്ച് അപ്പുറത്ത് ഇട്ടിട്ടാണ്. ബൈക്കിനാണെങ്കിൽ ഇങ്ങോട്ട് വരാം. അല്ല ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് പോലും ആൾക്കാർ ഒന്നും ചെയ്യണില്ല. ഇതൊക്കെ കാണാൻ തന്നെയാണ് ആൾക്കാർ ഗോവയിൽ പോണത്. ഫ്രീ ആയിട്ട് ട്രാവലും ചെയ്യണ്ട,
രാവിലെ വൈകുന്നേരം ശരിക്കും നമ്മുടെ ആൾക്കാര് ഇതൊക്കെ ചിന്തിച്ച് ചെയ്തു തുടങ്ങേണ്ട സമയമായി. ഇനി ലേറ്റ് ആക്കാൻ പാടില്ല. അവിടെ ബോട്ടുകളൊക്കെ ഉണ്ട്, മീൻപിടുത്തക്കാരുണ്ട്. ഇച്ചുകുട്ടനെ എവിടെയാ നോക്കട്ടെ. ഇച്ചുകുട്ടനെ സൂം ചെയ്ത് നോക്കാം നമുക്ക്. ആ അതേ നടക്കുന്നത്. വെള്ളം അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കണം ഇച്ചുകുട്ടൻ. നടക്കാൻ പാടുണ്ട്. അവന് കളിക്കണം, അവന് മണ്ണില് കളിക്കണം, മണ്ണ് വാരി കളിക്കണം. പിന്നെ ഇത് കുറച്ച് ഇവിടെ മാത്രമായിട്ട് കുറച്ച് റിസ്ക് ഉള്ളോ. അതിന്റെ മുകളിൽ അപ്പുറത്തേക്കൊക്കെ വരാനും വലിയ കുഴപ്പമൊന്നുമില്ല. പിള്ളേരെ കൊണ്ടുവരാൻ മണ്ണുണ്ട്. പക്ഷെ നല്ലൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇവിടെ ആ പുലുമിട്ടിന്റെ കല്ല് പെട്ടെന്ന് അങ്ങോട്ട് ഇടിഞ്ഞു പോയിന്ന്. ആൾക്കാര് നിക്കണതിന്റെ ഇടയിലാണ് ആണ്ടാ താഴെ കല്ല് പോയതുണ്ടാ. പെട്ടെന്ന് അങ്ങോട്ട് ഇടിഞ്ഞു പോയിന്ന്. തിരയുടെ ഫോഴ്സ് കൂട്ടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇടിഞ്ഞു പോയിന്ന്. അല്ല ഇത് നല്ല ആഴമുള്ള കടലിന്റെ ഇത് അഴിമുഖാണ്. നല്ല ആഴമുള്ള സ്ഥലമാണത്. അവിടെയാണ് ഇത്രയധികം കല്ലിട്ടുള്ളത്. ആ അവര് ശരിക്കും ഈ പാറ ഇടുന്നതിന് വരെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സാധനം ഉണ്ടല്ലോ ഈ പുറത്തൊക്കെ ഇടുന്നത്. അങ്ങനത്തെ സാധനം ആയിരുന്നു ശരിക്കും ഇടണ്ടായിരുന്നെ. വെച്ചിട്ടാ എല്ലാവരോടും ഒരു ബൈ പറയോ? എന്നാ പറഞ്ഞോ? എല്ലാവരും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, പിന്നെ ഫോളോ ചെയ്യാ. അതന്നെ, ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യേണ്ടൊക്കെ കാണാൻ ഒത്തിരി പേരുണ്ട്. അപ്പൊ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ. പിന്നെ see you in the next video. Bye bye. ബൈ. അതെ.